ഹേ എവ്രിവൺ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തത് ഇതാണ്. ഒരു പഴയ ഡയറി എടുത്തു. എന്നിട്ട് അതിൽ ഇനി വരാൻ പോകുന്ന എക്സാംസ് എല്ലാം എഴുതി വെച്ചു. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി എഴുതി. അതുപോലെ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്സും SCERT കവർ ചെയ്ത ചാപ്റ്റേഴ്സും എഴുതാൻ ഓരോ പേജ് വീതം എടുത്തു. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് ഡിഗ്രി പ്രിലിംസ് ആണ്. ഇപ്പോൾ ഒരു 50 ഡേയ്സ് ഓൾമോസ്റ്റ് അത്രയും നമുക്ക് കിട്ടും. അതുകൊണ്ട് സിലബസ് മുഴുവൻ കവർ ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം നമ്മുടെ ലക്ഷ്യം 100 മാർക്ക് മേടിക്കുക എന്നതിലുപരി പ്രിലിംസ് പാസ്സാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 50-60 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാനൊന്ന് എഴുതി വെച്ചു. ഇതെനിക്ക് നമ്മുടെ എൻട്രി ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന PYQസും PSC ബുള്ളറ്റിൻ അതുപോലെ SCERT മെറ്റീരിയൽസ് ഇതെല്ലാം വാരി വലിച്ചിടാതെ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് പഞ്ചിങ് ഫയലിലാക്കി. ഇത്രയായപ്പോൾ തന്നെ ഏകദേശം ഒരു ഓർഡറായി. ഇനി വേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു ടൈം ടേബിളാണ്. നമ്മുടെ പരിമിതികൾ, നമ്മുടെ സാഹചര്യങ്ങൾ, സമയം ഇതെല്ലാം അനുസരിച്ചിട്ടുള്ള ഒരു ടൈം ടേബിളാകണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും ഒരേ സാഹചര്യം ആയിരിക്കില്ല. ചിലർ വർക്കിംഗ് ആകും, ചിലർക്ക് ചെറിയ കുട്ടികളുണ്ടാവും, അങ്ങനെ പല സാഹചര്യത്തിലുള്ളവരാകും. അപ്പോൾ ഇതാണൊരു പെർഫെക്റ്റ് ടൈം ടേബിൾ എന്ന് പറഞ്ഞ് രാവിലെ 4 മണി തൊട്ട് രാത്രി 11 മണി വരെയുള്ള ഒരു ടൈം ടേബിൾ നമുക്ക് പോസിബിൾ ആകണമെന്നില്ല. നമ്മുടെ സാഹചര്യവും സമയപരിമിതിയും അത് നമുക്കല്ലേ അറിയൂ. അപ്പോൾ അതുകൊണ്ട് അവനവന് പറ്റുന്ന ഒരു ടൈം ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂറൊക്കെ പഠിച്ചു എന്ന് കേട്ട് ടെൻഷനാകാതെ 2 മണിക്കൂറേ പഠിച്ചുള്ളൂ എങ്കിലും ആ 2 മണിക്കൂറെ എന്ത് പഠിച്ചു, എങ്ങനെ, എത്രത്തോളം മനസ്സിലാക്കി പഠിച്ചു എന്നതിലാണ് കാര്യം. എൻ്റെ ഒരു ചെറിയ സജഷൻ പറയാം. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഐഡിയ കാണില്ല. അപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സബ്ജക്റ്റാണ് മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. അതിന് സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ SCERT കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് അന്നന്ന് തന്നെ പഠിച്ചു പോകാൻ നോക്കുക. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് മതിയാകും നമ്മുടെ അന്നന്നുള്ള കറണ്ട് അഫെയർസ് എഴുതി വയ്ക്കാനും അത് പഠിക്കാനും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സിനും കൂടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ ഓരോന്നും 1 മണിക്കൂറോ 2 മണിക്കൂറോ തികച്ച് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. സാരമില്ല, നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അത് ക്രമീകരിക്കാൻ വേണ്ടി നോക്കുക. കാരണം എല്ലാം ശരിയായിട്ട് തുടങ്ങുക എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തുടങ്ങിക്കിട്ടിയാൽ പിന്നീട് നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെല്ലാം നീക്കാൻ മാർഗങ്ങളുണ്ടാകും. സോ സ്റ്റാർട്ട് ടുഡേ ഇറ്റ്സെൽഫ്. താങ്ക് യു.